Good morning. Good morning, ma'am. Good morning, ma'am. Morning. Okay, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ചാപ്റ്റർ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സുഖം. ഓക്കെ. എടുക്കുന്ന ഭാഗങ്ങൾ അന്നൊന്ന് വായിച്ചു നോക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് ഫാദർ. ഓക്കെ. അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് തേർഡ് ചാപ്റ്റർ അല്ലെ, ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ, അതിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ എന്താണ് പരമ്പരാഗതമായിട്ടുള്ള ഹെൽത്ത് കെയർ സിസ്റ്റം ആണ് ഉണ്ടായിരുന്നത്. ഇന്നത്തെ കാലത്തും അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും പണ്ട് കാലങ്ങളിലായിരുന്നു അത് കൂടുതൽ നാളുകൾ അല്ലെ, അല്ലെങ്കിൽ പണ്ട് കാലങ്ങളിലായിരുന്നു അത് കൂടുതലായിട്ടും നിലനിന്നിരുന്നത്. ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം ആളുകള് എന്താണ് യൂസ് ചെയ്യുന്നത്? ഏത് ഹെൽത്ത് കെയർ സിസ്റ്റം ആണ്? മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. എന്നിരുന്നാലും ഇന്നത്തെ കാലത്തും ആളുകള് പരമ്പരാഗതമായിട്ടുള്ള ചികിത്സാ രീതികള് അവരും കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. In India, besides the existence of modern medicine, traditional medical practitioners continue to practice throughout the country. Popular native healthcare tradition consists of Ayurveda, Yoga, Unani, Siddha, Homeopathy and Naturopathy. നമുക്കറിയാം പണ്ടത്തെ കാലത്ത് ഇന്നത്തെ പോലെ തന്നെയുള്ള ട്രീറ്റ്മെന്റുകൾ ഉണ്ടായിരുന്നു. നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, എന്താണ് പരമ്പരാഗതമായിട്ടുള്ള ചികിത്സകളാണ് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, നമ്മളിപ്പോ പാമ്പ് കടിച്ച ആളെ കൊണ്ടുപോകുന്നത്, വൈദ്യന്റെ അടുത്ത് കൊണ്ടുപോകുന്നത്, അങ്ങനെയുള്ള അതുപോലെ തന്നെ എന്താണ് ഇപ്പൊ വയ്യാത്ത ആളുകളെയൊക്കെ ചിലപ്പോ കട്ടിലിൽ കിടത്തി അല്ലെങ്കിൽ കസേരമേലേക്ക് ഇരുത്തി അല്ലെങ്കിൽ എടുത്തൊക്കെയാണ് പണ്ടുള്ള ആളുകള് വൈദ്യന്റെ അടുത്തൊക്കെ എത്തിച്ചിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് അതിനെന്താണ് കൂടുതൽ ഡെവലപ്പുകൾ ഉണ്ടായി, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല്, അങ്ങനെയുള്ള മോഡേൺ രീതികളിലോട്ട് ഇപ്പൊ നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം വന്നു നിൽക്കുന്നത്. ഓക്കെ, പണ്ട് കാലങ്ങളിലുള്ള പോപ്പുലർ ആയിട്ടുള്ള എന്താണ് നേറ്റീവ് ഹെൽത്ത് കെയർ ട്രഡീഷൻസ് ഏതൊക്കെയാണ്? യോഗ, യുനാനി, ആയുർവേദ, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. ഇവയുടെ എല്ലാ ഫസ്റ്റ് ലെറ്റേഴ്സും ചേർന്നിട്ടുള്ളതാണ് എന്ത്? ആയുഷ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയുഷ് എവിടേക്കാണ് നിങ്ങൾ കാണാറുള്ളത്? പരസ്യങ്ങളിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ. അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റിന്റെ എന്താണ് റാപ്പിങ്ങില് അല്ലെ, പാക്കറ്റുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോ എന്താണ് പറയാ, ആയുഷ് മന്ത്രാലയ എന്ന് പറഞ്ഞിട്ട് ഇപ്പോ എന്താ ഒരു യോഗ സെന്ററിൽ പോയിട്ട് നിങ്ങൾ യോഗ ചെയ്യാനായിട്ട് പോകുമ്പോൾ അവരുടെ ഒരു ഫ്ലെക്സ് ഉണ്ടാവും. ഓക്കെ, അവരുടെ ഫ്ലെക്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചെയ്യാൻ പോകുന്നവർ കേട്ടോ, ഫ്ലെക്സുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും എന്താണ് ആയുഷ് സർട്ടിഫൈഡ്. അതുപോലെ തന്നെ ഇപ്പൊ യോഗയിൽ നിങ്ങളിപ്പോ ഒരു എന്താ ഡിപ്ലോമ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ അവര് നമുക്കൊരു സർട്ടിഫിക്കേഷൻ തരും അല്ലെ. ഡിപ്ലോമ കോഴ്സ് 3 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് അത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് തരുമ്പോ അതിനകത്തും എന്തുണ്ടാവും? എന്തായിരിക്കും? ആയുഷ് സർട്ടിഫൈഡ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഉദ്ദേശിക്കുന്നത് ഈ ആയുഷിന്റെ കീഴിൽ വരുന്നതാണ് എന്തൊക്കെയാണ്? ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി എന്ന് പറയുന്നത്. ഇനി ആയുഷ് എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് ഒന്ന് ലെക്ചർ നോട്ട് ആയിട്ടൊന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എഴുതാം. ആയുർവേദ, യോഗ, ആയുർവേദ കോമ യോഗ കോമ യുനാനി കോമ സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ആയുഷ്. ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തേ. ആയുഷിന്റെ കീഴിൽ വരുന്നതാണ് എന്ത്? ഏതൊക്കെയാണ് നമ്മൾ പഠിച്ച പോപ്പുലർ ആയിട്ടുള്ള ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റംസ് അല്ലെ. ആയുർവേദ ഉണ്ട്, യോഗ ഉണ്ട്, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ആയുഷ്.
under the Ministry of Ayush. Next sentence. The ministry under the Government of India. Government of India കീഴിൽ വരുന്നതാണ് എന്ത്? Ministry. ആയുഷ് എന്ന് പറയുന്നത് Government of India കീഴിൽ വരുന്നതാണ്. Next sentence ആണ് the ministry under the Government of India. The ministry under the Government of India. Next, third sentence. It is formed in. It is formed in. Formed. F-O-R-M-E-D. Formed in 9th November 2014. 9th November 2014. Just to make Ayush is a name. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയുഷ് ആ നെയിം ഷോർട്ട് ഫോം ഉണ്ടായത് എങ്ങനെയാണ്? നമ്മുടെ ആയുർവേദയുടെ ഫസ്റ്റ് ലെറ്റർ ആയ എ, യോഗയുടെ ഫസ്റ്റ് ലെറ്റർ ആയ വൈ, യുനാനിയുടെ ഫസ്റ്റ് ലെറ്റർ യു, സിദ്ധയുടെ എസ്, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതിയുടെ എച്ച്. അങ്ങനെയാണ് ആയുഷിനെ പറയുന്നത്. അതിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് ആണ് ആയുഷ് എന്ന് പറയുന്നത് അല്ലെ. ജസ്റ്റ് ഒന്ന് എഴുതാം. ആയുഷ് ഈസ് എ നെയിം. Ayush is a name devised from names. Devised from names. Ayurveda, Yoga, Unani, Siddha, Homeopathy, and Naturopathy. Ayush is a name devised from names Ayurveda, Yoga, Unani, Siddha, Homeopathy, and Naturopathy. 4 points ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി എഴുതിച്ചതാണ് കേട്ടോ. ഇത് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എക്സ്ട്രാ പോയിന്റ്സ് ആണ്. നിങ്ങൾ PDF-ലുള്ള മാത്രം കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഓക്കെ. അപ്പോ അപ്പോ നമ്മൾ പറഞ്ഞത് എന്താണ്? ആയുർവേദ, യോഗ. ഒന്നുകൂടി പറയാം. ഒന്നുകൂടിയും അതിന്റെ 4 പോയിന്റ്സും പറയാം മിസ്. ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി under the Ministry of Ayush. Okay. Okay ആണോ? Next ആണ് the ministry under the Government of India. The ministry under the Government of India. Next sentence, it is formed in 9th November 2014. 2014 നവംബർ 9-നാണ് ഇത് ആരംഭിച്ചത്, ഫോം ചെയ്തത്. ഇനി നെക്സ്റ്റ് ആണ് ആയുഷ് ഈസ് എ നെയിം ഡിവൈസ്ഡ് ഫ്രം നെയിംസ്. എന്തിൽ നിന്നൊക്കെയാണ് വന്നത്? എന്തിന്റെയൊക്കെ ഫസ്റ്റ് ലെറ്റർ ആണ്? ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. കിട്ടിയോ 4 പോയിന്റ്സും? ഓക്കെ അല്ലെ? ഇപ്പൊ തന്നെ പഠിച്ചു പോവാല്ലേ നമുക്ക്? ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ കാര്യങ്ങളാണ് അല്ലെ. ആയുർവേദ എന്താണ്, യോഗ എന്താണ്, യുനാനി എന്താണ്, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി, ഇവയെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ആണ് ഇത് ആയുർവേദ. ആയുർവേദ മീനിങ് സയൻസ് ഓഫ് ലൈഫ്. ഇമ്പോർട്ടൻസ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ടെക്സ്റ്റ് ഇല്ലാത്തവര് ലെക്ചർ നോട്ട് ആയിട്ട് നിർബന്ധമായിട്ടും എഴുതി വെക്കാം. ആയുർവേദയുടെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? സയൻസ് ഓഫ് ലൈഫ്. എന്താണ് സയൻസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാല്? എന്താണ് സയൻസ് ഓഫ് ലൈഫ്? മീനിങ് എന്താ? എന്താണ് മീനിങ്? അറിയില്ല. സയൻസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവശാസ്ത്രം. ജീവശാസ്ത്രം. The Ayurveda system deals with cause,
symptoms, diagnosis and treatment based on aspect of well-being, mental, physical and spiritual. Cause എന്ന് പറഞ്ഞാൽ എന്താണ്? Causes എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? Causes കാരണങ്ങൾ അല്ലെ? കാരണം. അതുപോലെ സിംറ്റംസ് എന്താണ്? സിംറ്റംസ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, അതുപോലെ തന്നെ ലക്ഷണങ്ങളാണ് സിംറ്റംസ് എന്ന് പറയുന്നത്. ഡയഗ്നോസിസ് അറിയാലോ? അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. ചിലപ്പോ ചിലർക്ക് കിട്ടുന്നുണ്ടാവില്ല, അതുകൊണ്ടാണ്. ഡയഗ്നോസിസ് എന്താ? രോഗനിർണയം, ട്രീറ്റ്മെന്റ് അറിയാം നമുക്ക്. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? ആയുർവേദ സിസ്റ്റം ഡീൽസ് വിത്ത് കോസസ്, symptoms, diagnosis and treatment based on the aspect of well-being, mental, spiritual and physical. അല്ലെ? ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഒരു ഹ്യൂമൻ ബോഡിയില്, ഒരു മനുഷ്യ ശരീരത്തില്, ഹ്യൂമൻ ബോഡിയില് രോഗങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണങ്ങൾ, കോസസ്, അതുപോലെ സിംറ്റംസ്, ലക്ഷണങ്ങള്, ഡയഗ്നോസിസ്, രോഗനിർണയം, അതുപോലെ തന്നെ അതിന്റെ ട്രീറ്റ്മെന്റുകൾ എങ്ങനെയാണ്, അതിനെ കുറിച്ചാണ് ആയുർവേദ ഡീൽ ചെയ്യുന്നത്. മനസ്സിലായോ? ആയുർവേദം എന്ന് പറഞ്ഞാല് അതിന്റെ മീനിങ് ജീവശാസ്ത്രമാണ്, സയൻസ് ഓഫ് ലൈഫ് ആണ്. ഇമ്പോർട്ടന്റ് ആണ് സയൻസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. സയൻസ് ഓഫ് ലൈഫ് ആണ്. ഇനി ആയുർവേദ ഡീൽ ചെയ്യുന്നത് എന്താണ്? ഒരു ഹ്യൂമൻ ബോഡിയില് രോഗങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതിനെ കുറിച്ചുള്ള രോഗനിർണയങ്ങൾ, അതിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ആയുർവേദ ഡീൽ ചെയ്യുന്നത്. മെന്റലി ആയിക്കോട്ടെ, സ്പിരിച്വലി ആയിക്കോട്ടെ, അതുപോലെ ഫിസിക്കലി ആയിക്കോട്ടെ, ഒരു ഹ്യൂമൻ ബോഡിയില് രോഗങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണങ്ങള്, അതിന്റെ ലക്ഷണങ്ങള്, അതിന്റെ ഡയഗ്നോസിസ്, അതുമായിട്ട് ബന്ധപ്പെട്ട രോഗനിർണയം, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ, ഇതൊക്കെയാണ് ആയുർവേദ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി ജസ്റ്റ് ഒരു എന്താണ് എക്സ്ട്രാ കുറച്ച് പോയിന്റ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആയുർവേദ നമ്മുടെ നാട്ടിലോട്ട് വന്നിട്ട്, ആയുർവേദ വന്നിട്ട് 5000 വർഷങ്ങൾക്ക് മേലെ ആയിട്ടുണ്ട്. 5000 ഇയേഴ്സിന് മേലെയായിട്ടുണ്ട്. മനസ്സിലായോ? ആയുർവേദം നമ്മുടെ നാട്ടിലോട്ട് വന്നിട്ട് 5000 വർഷങ്ങൾക്ക് മേലെ ആയിട്ടുണ്ട്. അതുപോലെ ആയുർവേദത്തിൽ പറയുന്നത് പ്രപഞ്ചത്തിലെ ഓരോ കണികയും ഉണ്ടായിട്ടുള്ളത് ഒരു 5 എലമെന്റ്സ് കൊണ്ടാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. 5 എലമെന്റ്സ് ഓഫ് നേച്ചർ പഠിച്ചിട്ടുണ്ടോ? ഓർക്കുന്നുണ്ടോ? എന്തെങ്കിലും പോയിന്റ്സ് ഓർമ്മ വരുന്നുണ്ടോ? ആർക്കും ഓർമ്മ വരുന്നില്ല? എന്തെങ്കിലും പഞ്ചമഹാഭൂതാസ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? പഞ്ചമഹാഭൂതങ്ങൾ കേട്ടിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ സ്നേഹ? ഫയർ, അഗ്നി, എയർ, വാട്ടർ, പിന്നെ വായു, ഒന്നും കൂടി ഉണ്ടല്ലോ. വായു പറഞ്ഞു. ഓക്കെ, ഒന്നും കൂടി. എർത്ത്. ഓക്കെ. അപ്പോ നമുക്ക് പറയാം, നമ്മുടെ നാട്ടിലോട്ട് ആയുർവേദം വന്നിട്ട് 5000 വർഷങ്ങൾക്ക് മേലെയായി. സ്കിന്നുണ്ടാവും. ഓക്കെ, അപ്പോ ആയുർവേദ പറയുന്നത് പ്രപഞ്ചത്തിലെ ഓരോ കണികയും ഉണ്ടായിട്ടുള്ളത് 5 എലമെന്റ്സ് കൊണ്ടാണ്. ഈ 5 എലമെന്റ്സ് ആണ് എന്തൊക്കെയാണ്? ആകാശം, വായു, ഭൂമി, ജലം, അഗ്നി. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? പഞ്ചമഹാഭൂതാസ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാട്ടോ. 2 പോയിന്റ്സ് ഒക്കെയാണോ? ആയുർവേദം എഴുതിയിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് പോയിന്റ്സുകളാക്കിയിട്ട് എഴുതിയാൽ മതി. അപ്പൊ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ആയുർവേദം നമ്മുടെ നാട്ടിലോട്ട് വന്നിട്ട് 5000 വർഷങ്ങൾക്ക് മേലെയായി. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്
ആയുർവേദത്തിൽ പറയുന്നത് എന്താണ്? പ്രപഞ്ചത്തിലെ ഓരോ കണിക പോലും ഉണ്ടായിട്ടുള്ളത് 5 എലമെന്റ്സ് കൊണ്ടാണ്. 5 എലമെന്റ്സ് ഓഫ് നേച്ചർ. ഏതൊക്കെയാണ്? ആകാശം, വായു, ഭൂമി, ജലം, അഗ്നി. ഓക്കെ, അതിനെ പറയുന്ന പേരാണ് പഞ്ചമഹാഭൂതാസ്. അതും കൂടി നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഓരോന്നിലും നമ്മൾ പഠിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോ സെക്കൻഡ് പോയിന്റ് ഒന്നുകൂടി പറയണം. ഓക്കെ, ആയുർവേദത്തിൽ പറയുന്നത് പ്രപഞ്ചത്തിലെ ഓരോ കണികയും ഉണ്ടായിട്ടുള്ളത് 5 എലമെന്റ്സ് കൂടിയിട്ടാണ്. ഏതൊക്കെയാണ്? ആകാശം, വായു, ഭൂമി, ജലം, അഗ്നി. ഓക്കെ, ഈ 5 എലമെന്റ്സും എന്താണ്? പ്രകൃതിയിൽ എല്ലായിടത്തും അടങ്ങിയിട്ടുണ്ടെന്ന് ആയുർവേദം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഈ 5 എലമെന്റ്സ് കമ്പൈൻ ചെയ്തിരിക്കുന്ന ഫോം 3 ഫോംസിലാണ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത്. ഏതൊക്കെയാണ് പറയാമോ? ഓർമ്മ വരുന്നുണ്ടോ? 3 ഫോംസില് നമ്മുടെ ശരീരത്തിലുള്ളത് 3 ഫോംസിലാണ്. ത്രിദോഷ കേട്ടിട്ടുണ്ടോ? ത്രിദോഷങ്ങൾ ആരും കേട്ടിട്ടില്ല? വാത, പിത്ത, കഫ. ഓർമ്മ വരുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ശരീരത്തില് ഇത് 3 ഫോംസിലാണുള്ളത്. ഏതൊക്കെയാണ്? വാത, പിത്ത, കഫ. ഇതിനെ പറയുന്ന ഈ 3നെയും ഒരുമിച്ച് ചേർത്ത് പറയുന്ന പേരാണ് ത്രിദോഷ അല്ലെങ്കിൽ ത്രിദോഷങ്ങൾ. കിട്ടിയോ? വാത, പിത്ത, കഫ. ഓക്കെ, അതിനെ പറയുന്ന പേരാണ് ത്രിദോഷങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പോ 5 എലമെന്റ്സ് ചേർന്നിട്ടാണ് പ്രപഞ്ചത്തിലെ ഓരോ കണികയും ഉണ്ടായിട്ടുള്ളത്. ആ 5 എലമെന്റ്സിനെ പറയുന്ന പേരാണ് പഞ്ചമഹാഭൂതാസ്. ഈ പഞ്ചമഹാഭൂതാസ് നമ്മുടെ ശരീരത്തില് 3 ഫോംസിലാണുള്ളത്. അതിനെ പറയുന്ന പേരാണ് വാത, പിത്ത, കഫ. ഓക്കെ, അതിനെ ഒരുമിച്ച് ചേർത്ത് ആ 3നെയും ഒരുമിച്ച് ചേർത്ത് പറയുന്ന പേരാണ് ത്രിദോഷങ്ങൾ. ഓക്കെ, വാതം, പിത്തം, കഫം. അതാണ് കേട്ടോ മലയാളത്തിൽ പറയുന്നത്, വാത, പിത്ത, കഫം. ഇനി ഈ 3ഉം ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാം? പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? കഫമോ അല്ലെങ്കിൽ എന്താണ്? ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടാണ് ഫാദർ. ഇനി സിദ്ധ സിസ്റ്റത്തിലൊക്കെ പഠിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഇതിനകത്ത് PDF കുറച്ചുള്ളൂ, അതുകൊണ്ടാണ് എക്സ്ട്രാ മിസ് പറയുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാനും, അതുപോലെ തന്നെ ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് അങ്ങനെ വരില്ല. PDF കാര്യം മാത്രം പഠിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ആയുർവേദത്തിൽ മാത്രമല്ല സിദ്ധ സിസ്റ്റം ഒക്കെ പഠിക്കുമ്പോഴും ഇത് വരുന്നുണ്ട്, അതുകൊണ്ടാണ് മിസ് ഇത് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആയുർവേദത്തിൽ നമ്മൾ പറഞ്ഞു 3 ത്രിദോഷങ്ങൾ അല്ലെ. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ത്രിദോഷങ്ങൾ ഉണ്ട്. എന്തൊക്കെയാണ്? വാത, പിത്ത, കഫ. ഈ വാദമോ അല്ലെങ്കിൽ പിത്തമോ കഫമോ ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കും? ഇപ്പൊ കഫം തന്നെ നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? പറയാൻ പറ്റുമോ? ഇല്ല. രോഗം ഉണ്ടാവോ അല്ലെങ്കിൽ ഉണ്ടാവില്ലേ? ക്ഷയരോഗം, ഓക്കെ, പനി, ഓക്കെ, അസുഖങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലെ. കഫം തന്നെ കൂടിക്കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകും? അസുഖങ്ങൾ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ത്രിദോഷങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ അളവ് നമ്മുടെ ശരീരത്തില് കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തില് ഡിസീസസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ആയുർവേദയുടെ ബെനഫിറ്റ്സ് ഒന്ന് പറയാൻ പറ്റുമോ? ആയുർവേദയുടെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണ്? ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കിയേ.
എന്തൊക്കെയായിരിക്കാം ബെനഫിറ്റ്സുകൾ? നോ സൈഡ് എഫക്ട്സ്. വെരി ഗുഡ് അല്ലെ, സൈഡ് എഫക്ട്സ് ഉണ്ടാവുന്നില്ല. അവർ എന്തുകൊണ്ടാണ് മരുന്ന് ഉണ്ടാക്കുന്നത് ആയുർവേദത്തില്? കെമിക്കൽസ് കൊണ്ടാണോ? എന്തുകൊണ്ടാണ് മരുന്ന് ഉണ്ടാക്കുന്നത്? പച്ചമരുന്നുകൾ നാച്ചുറൽ ആയിട്ടാണല്ലേ അവരുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തില് ആയുർവേദ മരുന്നുകൾ, ആയുർവേദം എന്ന് പറഞ്ഞാൽ എന്താണ്? സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നില്ല. ഓക്കെ, പ്ലാന്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്, നാച്ചുറൽ ആയിട്ടാണ് അവര് മരുന്നുകൾ ഉണ്ടാക്കുന്നത്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആയുർവേദയില് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോ ആയുർവേദയിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഓക്കെ, ആയുർവേദത്തിൽ എന്തൊക്കെയാണ് പഠിച്ചത്? സയൻസ് ഓഫ് ലൈഫ് ആണ്, ജീവശാസ്ത്രം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മെന്റലി ആയിക്കോട്ടെ, ഫിസിക്കലി ആയിക്കോട്ടെ, പിന്നെന്താ സ്പിരിച്വലി ആയിക്കോട്ടെ, ഹ്യൂമൻ ബോഡിയില് രോഗങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണങ്ങള്, അതുപോലെ അതിന്റെ ലക്ഷണങ്ങള്, ഇനി അതിന്റെ രോഗനിർണയങ്ങള്, അതിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ, ഇതൊക്കെയാണ് ആയുർവേദ ഡീല് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആയുർവേദം നമ്മുടെ നാട്ടിൽ വന്നിട്ട് 5000 വർഷങ്ങൾക്ക് മേലെ ആയിട്ടുണ്ട്. അതുപോലെ പ്രപഞ്ചത്തിലെ ആയുർവേദത്തിൽ പറയുന്നത് എന്താണ്? പ്രപഞ്ചത്തിലെ ഓരോ കണികയും ഉണ്ടായിട്ടുള്ളത് 5 എലമെന്റ്സ് കൊണ്ടാണ്. 5 എലമെന്റ്സ് ഓഫ് നേച്ചർ. ഏതൊക്കെയാണ്? ആകാശം, വായു, ഭൂമി, ജലം, അഗ്നി. അതിനെ പറയുന്ന ഈ 5 എണ്ണത്തിനെയും ഒരുമിച്ച് ചേർത്ത് പറയുന്ന പേരാണ് പഞ്ചമഹാഭൂതാസ്. ഇനി ഇതെല്ലാം നമ്മുടെ ശരീരത്തില് 3 ഫോംസിലാണ് ഉള്ളത്. ഏതൊക്കെയാണ്? വാത, പിത്ത, കഫ. അതിനെ പറയുന്ന പേരാണ് ത്രിദോഷ. ഈ ത്രിദോഷത്തിന് ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഡിസീസസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചാൻസ് മാത്രമല്ല, ഡിസീസസ് ഉണ്ടാകുന്നുണ്ട് അല്ലെ. കഫം തന്നെ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അസുഖങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതിന് സൈഡ് എഫക്ട്സ് ഇല്ല, ആയുർവേദയ്ക്ക് സൈഡ് എഫക്ട്സ് ഇല്ല. പ്ലാന്റ്സ് അല്ലെ, നാച്ചുറൽ ആയിട്ടാണ് അവര് മരുന്നുകൾ ഉണ്ടാക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ ഓർത്ത് വെക്കാനുള്ളത്. ക്ലിയർ ആണോ? എഴുതിയേക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് യോഗ. യോഗ ചെയ്യുന്നവരുണ്ടല്ലേ നമ്മുടെ ക്ലാസ്സില്? എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു. ഓക്കെ, അക്ഷര അതൊക്കെ ചെയ്യാറുണ്ട്. അക്ഷര ചെയ്യാറുണ്ടല്ലേ? എല്ലാ ദിവസവും ചെയ്യോ അക്ഷര? ഓക്കെ, എല്ലാ ദിവസവും ചെയ്യാറുണ്ട്. ഇനി യോഗ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്? എന്തായിരിക്കാം യോഗ കൊണ്ടുള്ള ബെനിഫിറ്റ്സുകൾ എന്ന് പറഞ്ഞു നോക്കി. രോഗങ്ങൾ കുറയും. വെരി ഗുഡ്. പിന്നെന്താണ്? പീസ് ഓഫ് മൈൻഡ്. മൈൻഡ് റിലാക്സ് ആവും. സ്ട്രെസ് അല്ലെ, സ്ട്രെസ് കുറയും. ഹെൽത്ത് കൺട്രോള്. ഓക്കെ, ഫ്ലെക്സിബിൾ ബോഡി, ബോഡി ബാലൻസ്. ഓക്കെ, മൈൻഡ് റിലാക്സേഷൻ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ അല്ലെ, നമ്മളൊന്നും കൂടി പ്രായം കുറയും അല്ലെ, യങ് ആവും. ആണോ? പിന്നെന്താ? മെന്റൽ റിലാക്സ്ഡ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് നമ്മളെ യോഗ ദിവസേന ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ, ടു ഡേ ലൈഫിൽ നമ്മളുടെ യോഗ ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. ഓക്കെ, ഡിസിപ്ലിൻ അവർ ബോഡി. ഓക്കെ,
അപ്പോ നമ്മൾ പറഞ്ഞു എന്താണ് ഏറ്റവും നല്ല കാര്യമാണ് എന്ത് നമ്മള് യോഗ നമ്മുടെ ശരീരത്തിൽ ഒരു നിത്യം ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അല്ലെ. രോഗങ്ങൾ ഉണ്ടാകുന്നത് കുറയുന്നുണ്ട്, സൈഡ് എഫക്ട്സുകൾ അല്ലെ, സോറി എന്താണ് മെന്റൽ സ്ട്രെസ്സുകൾ കുറയുന്നുണ്ട്. അതുപോലെ എന്താണ് നമുക്ക് മൈൻഡ് റിലാക്സേഷൻ കിട്ടും. അതുപോലെ തന്നെ നമുക്കൊരു സന്തോഷം കിട്ടും അല്ലെ, ഹാപ്പിനെസ് ഉണ്ടാകുന്നുണ്ട്. ഹെൽത്തി ബോഡി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ പോസിറ്റീവ് മൈൻഡ് അല്ലെ, പല കാര്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു അല്ലെ. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. എന്താണ് നമുക്കറിയാം യോഗയുടെ ബെനിഫിറ്റ്സ് എന്താണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതേണ്ടതാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം ഈ പറഞ്ഞ കാര്യങ്ങൾ. എന്താണ് ഹാപ്പിനെസ് ഉണ്ടാവും, സ്ട്രെസ് റിലാക്സേഷൻ, മൈൻഡ് റിലാക്സേഷൻ. അതുപോലെ തന്നെ അതിനോടുകൂടി ഒന്നുകൂടി എഴുതാം, ഹോർമോൺ ഡിസീസസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് കഴിയുന്നു. ഹോർമോൺ ഡിസീസസ്, ഹോർമോൺ രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഹാപ്പിനെസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എഴുതി വെച്ചാൽ മതി കേട്ടോ. കമന്റിൽ ഉണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ. യോഗ ഒന്ന് വായിക്കാം കേട്ടോ. യോഗ ഈസ് ബോത്ത് എ സയൻസ് ആൻഡ് ആർട്ട് that promote healthy living physically, mentally, morally and spiritually. അല്ലെ, ഫിസിക്കലി ആയിക്കോട്ടെ, മെന്റലി ആയിക്കോട്ടെ, മോറലി എന്ന് പറഞ്ഞാൽ എന്താണ്? മോറലി സർഗാത്മകത അല്ലെ, സർഗാത്മകമായിട്ട്. മോറലി ആയിക്കോട്ടെ, അതുപോലെ തന്നെ സ്പിരിച്വലി ആയിക്കോട്ടെ, നമുക്ക് എന്താണ് നല്ലൊരു ഹെൽത്ത്ഫുൾ ലിവിങ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, നല്ല ഹെൽത്തി ബോഡി നമ്മളെ നല്ല രീതിയിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് യോഗ സഹായിക്കുന്നുണ്ട് അല്ലെ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. യോഗയുടെ ബെനിഫിറ്റുകൾ എന്താണ്, യോഗ ദിവസേന ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റുകൾ ഇവിടെ എല്ലാവരും ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, ക്ലിയർ ആണോ യോഗ? അധികം പറയാനില്ലല്ലോ, ക്ലിയർ അല്ലേ? ഇത് വായിച്ചപ്പോ മനസ്സിലായില്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് യുനാനി സിസ്റ്റം. ഓക്കെ, യോഗയുടെ ബെനിഫിറ്റുകൾ എഴുതി വെച്ചോ? ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി. ഇനി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റണം. ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഇത് യോഗയുടെ ബെനിഫിറ്റ് ആണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഓക്കെ, നെക്സ്റ്റ് ആണ് യുനാനി സിസ്റ്റം. എടുക്കട്ടെ മിസ്? പറഞ്ഞോട്ടെ. ഓക്കെ, യുനാനി സിസ്റ്റം of medicine thrives in promotion of health and preventing of diseases and cure. Cure എന്താണ്? Cure എന്ന് പറഞ്ഞാൽ CURE, cure. എന്താ മീനിങ്? രോഗം സുഖപ്പെടുത്തുന്നത് അല്ലെങ്കിൽ രോഗം ഭേദമാക്കുന്നത് അല്ലെ. വെരി ഗുഡ്. അപ്പോ ഇങ്ങനെയുള്ള ഈ യുനാനി സിസ്റ്റം വഴി എന്താണ് നല്ല രീതിയിൽ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ, പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഡിസീസസുകൾ ഉണ്ടാകുന്നത് തടയാനായിട്ടും യുനാനി സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത്രയും മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് നമുക്ക് എഴുതിയെടുക്കാം. യുനാനി സിസ്റ്റത്തിന്റെ ഫാദർ ഓഫ് യുനാനി സിസ്റ്റം ആരാണെന്നറിയോ? ഗസ് ചെയ്യാൻ പറ്റോ? ഫാദർ ഓഫ് യുനാനി ഹിപ്പോക്രാറ്റസ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അവിടെ എഴുതാം യുനാനി സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുക്കാം. ഫസ്റ്റ് പോയിന്റ് ഫാദർ ഓഫ് യുനാനി സിസ്റ്റം, ഒരു ഹൈഫൺ ഇടാം. അത്ര മാത്രം ഒന്ന് എഴുതിയാൽ മതി, പെട്ടെന്ന് തന്നെ കാണുമ്പോൾ ക്യാച്ച് ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് കുറെ ഇങ്ങനെ വാരി വലിച്ചു നീട്ടി എഴുതേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് പോയിന്റ് ഫാദർ ഓഫ് യുനാനി സിസ്റ്റം, ഹൈഫൺ ആരാണ്? ഹിപ്പോക്രാറ്റസ്. അറിയാത്തവര് ഒരു കുട്ടി കമന്റ് ചെയ്തിട്ടുണ്ട്, ആ സ്പെല്ലിംഗ് നോക്കി എഴുതാട്ടോ. എഴുതിയോ? ഫസ്റ്റ് പോയിന്റ് ഫാദർ ഓഫ് യുനാനി സിസ്റ്റം, ഹൈഫൺ ഹിപ്പോക്രാറ്റസ്. ഇനി ഇദ്ദേഹം എന്ത് ഫിലോസഫർ ആണെന്ന് അറിയോ? ഇത് എവിടെ നിന്ന് വന്നതാണ്? ഏത് ഫിലോസഫർ ആണ് അറിയോ?
ഇദ്ദേഹം ഗ്രീക്ക് ഫിലോസഫർ ആണ്. സെക്കൻഡ് പോയിന്റ്, ഗ്രീക്ക് ഫിലോസഫർ. അത്ര മാത്രം എഴുതിയാൽ മതി. ഗ്രീക്ക് ഫിലോസഫർ. ഓക്കെ. ഇനി നെക്സ്റ്റ് പോയിന്റ്, this system is based on two principles. Third point ആണ് മിസ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ഫാദർ ഓഫ് യുനാനി സിസ്റ്റം ഹിപ്പോക്രാറ്റസ്. സെക്കൻഡ് പോയിന്റ് ഗ്രീക്ക് ഫിലോസഫർ. Third point, this system is based on two principles. This system is based on two principles. Comment ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് ചതുർദോഷ. സെക്കൻഡ് പ്രിൻസിപ്പിൾ ആണ് ചതുർഭൂത. ചതുർദോഷ and ചതുർഭൂത principles. ചതുർദോഷ and ചതുർഭൂത. This principle is based on two principles, Chaturdosha and Chaturbhuta. Second principle ആണ് Chaturbhuta. ഇനി നെക്സ്റ്റ് എഴുതിയോ പ്രിൻസിപ്പിൾസ്? ഓക്കെ. നെക്സ്റ്റ് സെന്റൻസ്, the system said that the system said that four components are seen in the human body. S-E-E-N, seen in the human body. ഇനി അതിന്റെ അടിയിൽ എഴുതാം ഫോർ കമ്പോണൻസ് ഏതൊക്കെയാണെന്നാണ്. ഫസ്റ്റ് കമ്പോണന്റ് ആണ് എന്ത്? ബ്ലഡ്. കഫ, ബ്ലഡ്, കഫ, ബെയിൽ. കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ മിസ്, നോക്കിയില്ല. ബ്ലഡ്, കഫ, ബെയിൽ. ബെയിൽ എന്താ? ബെയിലിന്റെ മീനിങ് എന്താ? പിത്തം. ഓക്കെ. ആൻഡ് നാലാമത്തെയാണ് ബ്ലാക്ക് ബെയിൽ. ഏതാണ് ഫർസാന? മനസ്സിലായില്ല. മിസ് ടൈപ്പ് ചെയ്തിട്ടുണ്ട് അവിടെ കമ്പോണൻസ്. കണ്ടായിരുന്നോ? അതാണോ ചോദിച്ചത്? ബ്ലഡ്, കഫ, ബെയില്. ബ്ലാക്ക് ബെയിൽ എന്താ?
പിത്തമാണെന്ന് പറഞ്ഞല്ലേ ബെയില്, ബ്ലാക്ക് ബെയിൽ എന്ന് പറഞ്ഞാല് കറുത്ത പിത്തരസം. ഓക്കെ, അപ്പൊ എന്താണ് ഇത്രയുള്ള യുനാനി സിസ്റ്റത്തില് നമ്മൾ പഠിച്ചത് എന്താണ്? ഫാദർ ഓഫ് യുനാനി സിസ്റ്റം ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഫാദർ ഓഫ് യുനാനി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആരാണ്? ഹിപ്പോക്രാറ്റസ് ആണ്. ഇദ്ദേഹം ഗ്രീക്ക് ഫിലോസഫർ ആണ് അല്ലെ, ഗ്രീക്ക് ഫിലോസഫർ ആണ്. അതുപോലെ തന്നെ ഈ യുനാനി സിസ്റ്റത്തില് രണ്ട് പ്രിൻസിപ്പിള് നമ്മൾ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ചതുർഭൂത ആൻഡ് ചതുർദോഷ. ഇനി നമ്മള് ഇതിൽ പറയുന്നത് എന്താണ്? 4 കമ്പോണൻസ് ഉണ്ടെന്നാണ് ഈ യുനാനി സിസ്റ്റത്തിൽ പറയുന്നത്. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ 4 കമ്പോണൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ബ്ലഡ്, പേരില്, കഫ, ബ്ലാക്ക് വെയില്. ഇനി ഇതിനകത്ത് ഏതെങ്കിലും ഇവിടെ പറഞ്ഞല്ലേ, ഏത് കമ്പോണന്റിന്റെയും ഏതെങ്കിലും ഒരെണ്ണം എടുത്തു കഴിഞ്ഞാല് ഇത് കൂടുകയോ നമ്മുടെ ശരീരത്തിൽ കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞാല് അസുഖം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമുക്കറിയാം, ബ്ലഡ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, വിളർച്ച അല്ലെങ്കിൽ എന്താണ് പല പല അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട്. കഫത്തിന്റെ അളവ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് പല പല അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ. അങ്ങനെയാണ് പറയുന്നത് നമ്മുടെ ശരീരത്തില് 4 കമ്പോണൻസ് ഉണ്ട് എന്നാണ് യുനാനി സിസ്റ്റം പറയുന്നത്. ഈ 4 കമ്പോണൻസിലെ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസീസസ് ഉണ്ടാകും. ക്ലിയർ ആണോ? യുനാനി സിസ്റ്റം വായിച്ചു നോക്കി 4 പോയിന്റ്സും. ഫാദർ ഓഫ് യുനാനി ഓർത്ത് വെക്കാൻ കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് എക്സ്ട്രാ പോയിന്റ്സുകൾ പറഞ്ഞു തരുന്നത്. ലാസ്റ്റ് പോയിന്റ് സിസ്റ്റം അവിടെ കമന്റ് ഇട്ടിട്ടുണ്ടല്ലോ, ഒന്നുകൂടി മിസ് പറയാം. The system said that 4 components are seen in the human body. ഇതൊക്കെയാണ് 4 components: ബ്ലഡ്, കഫ, ബെയിൽ ആൻഡ് ബ്ലാക്ക് ബെയിൽ. പിന്നെ അതിൽ പറഞ്ഞത് എന്താണ്? ഈ 4 കമ്പോണൻസിന്റെ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തില് രോഗങ്ങൾ ഉണ്ടാവും. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ ആണോ? യുനാനി സിസ്റ്റം വരെ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ, നെക്സ്റ്റ് സിസ്റ്റം പറയാമോ കേട്ടോ. നെക്സ്റ്റ് ഡി, സിദ്ധ സിസ്റ്റം. Attempts to define disease as the condition in which the normal equilibrium of 5 elements in human beings is that result in different forms of discomfort. അപ്പോ സിദ്ധ സിസ്റ്റത്തില് ഇവിടെ പറയുന്നത് 5 എലമെന്റ്സ് നമ്മൾ പറഞ്ഞല്ലേ. ഈ ആയുർവേദയിൽ നമ്മൾ പറഞ്ഞില്ലേ 5 എലമെന്റ്സിന്റെ കൺസെപ്റ്റ്. ഏതാണ് 5 എലമെന്റ്സ് എന്ന് പറഞ്ഞത്? ഓർക്കുന്നുണ്ടോ? 5 എലമെന്റ്സിനെ നമ്മൾ ഒരുമിച്ച് ചേർത്ത് പറയുന്ന പേരെന്താണ്? ഓർക്കുന്നില്ലേ? ഇപ്പൊ തന്നെ പറഞ്ഞു നിർത്തിയതാണ്. എന്താണ് നമ്മൾ പറഞ്ഞത്? പഞ്ചമഹാഭൂതാസ് അല്ലെ. വെരി ഗുഡ്, പഞ്ചമഹാഭൂതാസ്. അപ്പോ നമ്മൾ പറഞ്ഞു നമ്മുടെ ആയുർവേദയില് പറഞ്ഞിട്ടുള്ളത് പോലെ പഞ്ചമഹാഭൂതാസ് എന്തിലുമുണ്ട്? സിദ്ധ സിസ്റ്റത്തിലുമുണ്ട്. അതിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ, 5 elements in human beings. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ പഞ്ചമഹാഭൂതാസ് പറഞ്ഞില്ലേ ആയുർവേദത്തില്, അതിന്റെ സെയിം കൺസെപ്റ്റ് തന്നെയാണ് സിദ്ധ സിസ്റ്റത്തിലും ഉള്ളത്. നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് 5 elements of nature അല്ലെ. ആകാശം, വായു, ഭൂമി, ജലം, അഗ്നി. എന്താണ് ആയുർവേദത്തിൽ പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? ഈ പ്രപഞ്ചത്തിലെ ഓരോ കണിക പോലും ഉണ്ടായിട്ടുള്ളത് ഈ 5 elements കൊണ്ടാണ്. അതിനെ പറയുന്ന പേരാണ് പഞ്ചമഹാഭൂതാസ്. ഈ പഞ്ചമഹാഭൂതാസ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നിലനിൽക്കുന്നത് 3 കമ്പോണൻസ് രീതിയിലാണ് അല്ലെ. ഏതൊക്കെയാണ്? വാത, പിത്ത, കഫ. ഈ 3 കമ്പോണൻസിനെയും ഒരുമിച്ച് ചേർത്ത് പറയുന്ന പേരാണ് ത്രിദോഷങ്ങൾ. ഓക്കെ, ഈ കമ്പോണൻസില് ഈ 3 എണ്ണത്തിലും ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തില് രോഗങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഇത്രയും വരെ ക്ലിയർ അല്ലേ?
അപ്പോ സിദ്ധ സിസ്റ്റത്തിലും ഫോളോ ചെയ്യുന്നത് ഈ 5 എലമെന്റ്സിന്റെ കൺസെപ്റ്റ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി സിദ്ധ സിസ്റ്റം ഇനി എഴുതേണ്ട പോയിന്റ് ആണ്. 3 പോയിന്റ്സ് അതിനകത്ത് എഴുതാനുണ്ട് നമുക്ക്. ലെക്ചർ നോട്ടായിട്ട് എഴുതാം. ഹെഡിങ് കൊടുക്കാം സിദ്ധ സിസ്റ്റം. First point, the Siddha system is a traditional system. The Siddha system is a traditional system generated from ചോദിക്കട്ടെ, ഈ സിദ്ധ സിസ്റ്റം വന്നിരിക്കുന്നത് ഏത് കൾച്ചറിൽ നിന്നാണെന്ന് അറിയാമോ? ആർക്കെങ്കിലും ഇവിടെ നിന്നാണ് വന്നിരിക്കുന്നത് സിദ്ധ സിസ്റ്റം? ഏതാണ്? ഏത് കൾച്ചർ ആയിരിക്കും? അതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഫസ്റ്റ് ആയുർവേദയല്ല, ഇന്ത്യൻ. അല്ല, അറിയില്ല. ഓക്കെ, തമിഴ് കൾച്ചർ കേട്ടോ. തമിഴ് കൾച്ചർ. അപ്പൊ ഞാൻ പറയാം, the Siddha system is a traditional system generated from Tamil culture. തമിഴ് കൾച്ചർ. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. സിദ്ധ സിസ്റ്റം വന്നിരിക്കുന്നത് എന്തിൽ നിന്നാണ്? തമിഴ് കൾച്ചറിൽ നിന്നാണ്. ഓർത്ത് വെക്കാൻ ഇമ്പോർട്ടന്റ് ആണ്. തമിഴ് കൾച്ചറിൽ നിന്നാണ് സിദ്ധ സിസ്റ്റം വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത്, നെക്സ്റ്റ് പോയിന്റ് ആണ്, the system believes that the role of 3 components. നമ്മൾ പറഞ്ഞില്ലേ ആയുർവേദയിലെ 3 components ഉണ്ട്, ത്രിദോഷങ്ങൾ. അതാണ് ഇവിടെ പറയുന്ന പോയിന്റ് കേട്ടോ. The system believes that the role of 3 components ഏതൊക്കെയാണ്? വാത, പിത്ത, കഫ. വാത, പിത്ത, കഫ. ഈ 3 ഏതെങ്കിലും, അതിന്റെ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 ഏതെങ്കിലും നമ്മുടെ ശരീരത്തിൽ കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞാല് രോഗങ്ങൾ ഉണ്ടാകും. ഓക്കെ, അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് സെന്റൻസ് ആണ്, it ensure prevention and promotion of it ensure ഇതാ പറയണ്ടേ ചോയ്സി? രണ്ടാമത്തെ പോയിന്റ് ആണോ? രണ്ടാമത്തെ പോയിന്റ് ഒന്നും കൂടി പറയാം. The system believes that the role, ഇപ്പൊ പറഞ്ഞല്ലോ. ഓക്കെ, തേർഡ് പോയിന്റ് പറയാം. It ensure prevention and promotion of prevention and promotion of health though THO
UGH. So the principles of food is medicine, and medicine is food. Food is medicine and medicine is food. It ensures prevention and promotion of health, though the principles of food is medicine and medicine is food. അപ്പൊ എന്താണ് ഈ സിസ്റ്റം ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഇതാണ്? ഫുഡ് ഈസ് മെഡിസിൻ ആൻഡ് മെഡിസിൻ ഈസ് ഫുഡ്. എന്താണ് നമ്മൾ പറഞ്ഞു? നല്ല ആഹാരം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവാനായിട്ട് ചാൻസ് കുറവായിരിക്കും അല്ലെ, പെട്ടെന്ന് അസുഖം നമ്മളെ ബാധിക്കില്ല. ഇനി ചീത്ത ഫുഡാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അല്ലെ, ബാഡ് ഫുഡ്സ് ആണ് കഴിക്കുന്നതെങ്കിലോ അസുഖങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അതാണ് ഇതിനകത്തെ പ്രിൻസിപ്പിളിൽ പറയുന്നത്. ഫുഡ് ഈസ് മെഡിസിൻ ആൻഡ് മെഡിസിൻ ഈസ് ഫുഡ്. ഓക്കെ, അപ്പൊ സിദ്ധ സിസ്റ്റം നമ്മൾ പറഞ്ഞു. 7ാം അറിവ് മൊബൈല്. ഓക്കെ ശരിയാണ്. അപ്പോ സിദ്ധ സിസ്റ്റം നമ്മൾ പറഞ്ഞു എന്താണ്? ആയുർവേദയുടെ സെയിം കൺസെപ്റ്റ് ആണ് അല്ലെ. പഞ്ചമഹാഭൂതാസും അതുപോലെ ദോഷങ്ങള് ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇതിലും പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇത് വന്നിരിക്കുന്നത് തമിഴ് കൾച്ചറിൽ നിന്നാണ്. ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടും എഴുതി വെക്കാം. അതുപോലെ തന്നെ എന്താ പറയുന്നത്? 3 കമ്പോണൻസ് ദോഷങ്ങള് നമ്മളെ ഹ്യൂമൻ ബോഡിയിൽ നിലനിൽക്കുന്നത് 3 രീതിയിലാണ് അല്ലെ. 3 കമ്പോണൻസ് രീതിയിലാണ്. എന്തൊക്കെയാണ്? വാത, കഫ. 3 ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് അസുഖങ്ങൾ ഉണ്ടാകും. ഓക്കെ, അതുപോലെ തന്നെ ഈ സിസ്റ്റം ഫോളോ ചെയ്യുന്നത് ഏതാണ്? ഫുഡ് ഈസ് മെഡിസിൻ പ്രിൻസിപ്പിൾ സിസ്റ്റം ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ആണ് ഫുഡ് ഈസ് മെഡിസിൻ ആൻഡ് മെഡിസിൻ ഈസ് ഫുഡ്. നല്ല ആഹാരം കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് അസുഖങ്ങള് കുറയ്ക്കും അല്ലെ, അസുഖങ്ങൾ ഉണ്ടാവില്ല. ഇനി ബാഡ് ഫുഡ്സ് ആണ് കഴിക്കുന്നതെങ്കിലോ പെട്ടെന്ന് അസുഖം വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് സിദ്ധ സിസ്റ്റത്തിൽ പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കി. എന്താണ് അറിയാം? ഫാദർ പറയണോ? കിട്ടിയില്ലേ എഴുതാനായിട്ട്? ഫാദർ പറയാം. ഫാദർ ഓഫ് യുനാനി സിസ്റ്റം ഹിപ്പോക്രാറ്റസ്. കിട്ടിയോ? സ്പെല്ലിംഗ് പറയണോ? മിസ് കമന്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അക്ഷരം ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? സിദ്ധ സിസ്റ്റം ക്ലിയർ ആണ്? ഓക്കെ, ചതുർദോഷയുടെ ആ പോയിന്റ് ആണോ? ആ പോയിന്റ് ഞാൻ പറയാം. The system is based on 2 principles. യുനാനി സിസ്റ്റത്തിന്റെ പ്രിൻസിപ്പിൾ ആണ് ഞാൻ പറയുന്നത്. 3ാമത്തെ പോയിന്റ് ആണ്. This system is based on 2 principles. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് ചതുർദോഷ ആൻഡ് സെക്കൻഡ് പ്രിൻസിപ്പിൾ ചതുർഭൂത. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. എന്ത്? ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി അല്ലേ. ഓക്കെ, നാച്ചുറോപ്പതി തന്നിട്ടുണ്ട്. എന്താണ് നോക്കിയേ? നാച്ചുറോപ്പതി believe that all diseases arise owing to accumulation of morbid matter in the body, and if scope is given for its removal, it
provides cure or relief. എന്താണ് morbid എന്ന് പറഞ്ഞാല്? morbid എന്താ? എന്താ മീനിങ് വരുന്നത് morbid എന്ന് പറഞ്ഞാല്? അറിയില്ല. മോർബിഡ് എന്ന് പറഞ്ഞാല് എന്താണ്? വിഷപദാർത്ഥങ്ങൾ കേട്ടോ, മോർബിഡ് മാറ്റർ. ഓക്കെ, അപ്പോ യുനാനി നാച്ചുറോപ്പതിയിൽ പറയുന്നത് നമ്മുടെ ശരീരത്തില് കുറേയധികം വിഷപദാർത്ഥങ്ങൾ ഉണ്ട്. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ കുറേയധികം വിഷപദാർത്ഥങ്ങൾ ഉണ്ട്. അത് എന്താണ് ആ വിഷപദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്? പറയാൻ പറ്റോ? നമുക്ക് അസുഖം വരുന്നത് എന്തുകൊണ്ടാണ്? അക്യുമുലേറ്റഡ്, അടിഞ്ഞുകൂടി കിടക്കുന്ന വിഷപദാർത്ഥങ്ങൾ കൊണ്ടാണ് അല്ലെ? എന്തായിരിക്കാം വിഷപദാർത്ഥങ്ങള്? ഫാക്ട് എന്ന് പറയാൻ പറ്റില്ലേ നമ്മുടെ ശരീരത്തില് അല്ലെ? അതുകൊണ്ടാണ് അങ്ങനെ ഫാക്ടുകൾ അടിഞ്ഞുകൂടി കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാവുന്നത് അല്ലെ? ഓക്കെ, അപ്പോ അതിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് കളയുകയാണെങ്കിൽ അല്ലെ, പതുക്കെ അതിനെ കളയുകയാണെങ്കിൽ നമുക്ക് എന്താണ്? നല്ല രീതിയിൽ നമ്മുടെ ഹെൽത്തിനെ നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റും നമുക്ക്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയാം മിസ്. ഒരു ഓവർ വെയിറ്റ് ആയിട്ടുള്ള ഒരാള് ഡോക്ടറെ അടുത്ത് വന്നു. ഡോക്ടറിനോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബാക്ക് പെയിൻ ഉണ്ട്, കാലുവേദനയുണ്ട്. അപ്പൊ ഡോക്ടർ എന്ത് പറഞ്ഞു? വെയിറ്റ് നോക്കിയപ്പോ നല്ല വെയിറ്റ് ഉണ്ട്, ഓവർ വെയിറ്റ് ആണ്. അപ്പോ അതുകൊണ്ട് നിങ്ങളുടെ ശരീരം ഭാരം കുറയ്ക്കണം, അതുപോലെ തന്നെ ഫാറ്റ്, നല്ല രീതിയിൽ ഫാറ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ശരീരഭാരം കുറയ്ക്കേണ്ടത് നിർബന്ധമായിട്ടും ശരീരഭാരം കുറയ്ക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ വീട്ടിൽ തന്നെ എക്സസൈസ് ചെയ്യും അല്ലെ, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ജിമ്മിൽ പോവും അല്ലെ? ജിമ്മിൽ പോകുന്നവരുണ്ടോ നമ്മുടെ ക്ലാസ്സില്? ചെയ്യുന്നവരുണ്ടോ ജിമ്മിൽ ഇല്ല, ആരും ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ബോഡി എല്ലാം കറക്റ്റ് ആണ് അല്ലെ? ആണോ? ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആളുകളുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നല്ല കാര്യം. ഓക്കെ, അപ്പോ എന്താണ്? ഓവർ വെയിറ്റ് ആകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ആ ഫാറ്റ് നമ്മൾ എന്ത് ചെയ്യണം? അടിഞ്ഞുകൂടി കിടക്കുന്ന ആ ഫാറ്റ് നമ്മള് കളയേണ്ടത് അത്യാവശ്യമാണ് അല്ലെ? ഒന്നല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? എക്സസൈസ് ചെയ്യണം. ഓക്കെ, അങ്ങനെ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫാറ്റുകൾ എന്ത് ചെയ്യും? താനെ നമ്മുടെ എന്ത് ചെയ്യും? ശരീരത്തിൽ നിന്ന് പോവും അല്ലെ? ഓക്കെ, അപ്പൊ അങ്ങനെ ശരീരഭാരം കുറയുകയും അയാൾക്ക് പല അസുഖങ്ങള് കുറയുകയും ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് ഈ നാച്ചുറോപ്പതിയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഹോമിയോപ്പതി എന്ന് പറയുന്നത് എന്താണ്? ഹോമിയോപ്പതി ഡെവലപ്ഡ് ഇൻ 18th century. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം. ഹോമിയോപ്പതിയുടെ ജസ്റ്റ് ഒരു 2-3 സെന്റൻസ് ഉണ്ട്. നാച്ചുറോപ്പതി അത്രയും ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി അതുപോലെ തന്നെ ഹോമിയോപ്പതിയിൽ പറയുന്നത് ഹോമിയോപ്പതി ഡെവലപ്ഡ് ഇൻ 18th century. ഇനി ഫാദർ ഓഫ് ഹോമിയോപ്പതി ആരാണ്? പറയാൻ പറ്റുമോ? ഫാദർ ഓഫ് ഹോമിയോപ്പതി കേട്ടിട്ടുണ്ടാവുമല്ലോ. ഫുൾ നെയിം എന്താ? സാമുവൽ ഹാനിമാൻ. ഓക്കെ, സ്പെല്ലിംഗ് എഴുതണോ മിസ്? പറഞ്ഞു തരാം. മിസ് ഒന്ന് പറയാം. SAMUEL സാമുവൽ, SAMUEL ഹാനിമാൻ, HANEMAN സാമുവൽ ഹാനിമാൻ. ഇനി നെക്സ്റ്റ് സെന്റൻസ്, 2 സെന്റൻസ് കിട്ടിയില്ലേ? എഴുതിയോ? ഹോമിയോപ്പതി ഡെവലപ്ഡ് ഇൻ 18th century. ഫാദർ ഓഫ് ഹോമിയോപ്പതി ഇമ്പോർട്ടൻസ് ആണ് സാമുവൽ ഹാനിമാൻ. ഇനി അതുപോലെ തന്നെ 3rd സെന്റൻസ് സ്പെല്ലിംഗ് പറയാം. SAMUEL HANEMAN. നെക്സ്റ്റ് സെന്റൻസും കൂടി എഴുതാട്ടോ. ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി ഈ സെയിം. ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി ഈ സെയിം. 18th century. ഓക്കെ,
homeopathy and naturopathy is a medical system. Homeopathy and naturopathy is a medical system based on the belief that body can cure itself. Homeopathy and naturopathy is a medical system based on belief that body can cure itself. അപ്പൊ എന്താണ് ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതിയിൽ പറയുന്നത്? നമ്മുടെ ബോഡിയിൽ ഒരു പ്രതിരോധ ശക്തി ഉണ്ടല്ലേ. നമുക്കറിയാം ചിലവര് നമ്മുടെ അമ്മമാരൊക്കെ പറയും ഹോമിയോ മരുന്ന് കഴിച്ചിട്ട് കുറവുണ്ടാവില്ല, ഇംഗ്ലീഷ് മരുന്നാണ് ഭേദം അല്ലെ. അത് പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാല് നമ്മുടെ അസുഖം പെട്ടെന്ന് തന്നെ കുറയും. ഹോമിയോപ്പതി ആണെങ്കിൽ എന്താണ്, ചിലപ്പോ 2-3 ദിവസം എടുക്കും അല്ലെ അത് കുറയാനായിട്ട്. പനിയോ എന്തെങ്കിലും ചുമയോ ഒക്കെ ആയിട്ട് നമ്മൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം എടുക്കും ഒന്ന് കുറയാനായിട്ട്. അപ്പൊ എന്താണ്, നമ്മുടെ ശരീരത്തിൽ ഒരു ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടല്ലേ, പ്രതിരോധ ശക്തി ഉണ്ട്. അപ്പൊ ആ പ്രതിരോധ ശക്തി നമ്മുടെ ബോഡിയിൽ വരുന്ന രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇല്ലേ. ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. പ്രതിരോധ ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്, അത് പെട്ടെന്ന് രോഗങ്ങളെ തടയാനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലെ. കൂടുതൽ പ്രതിരോധ ശക്തി ഉള്ളവർക്ക് പെട്ടെന്ന് അസുഖം വരില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലേ നമ്മള് ഇല്ലേ. ഓക്കെ, അപ്പോ ഹോമിയോപ്പതിയില് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ആ രോഗം എന്താണ് പിന്നീട് വരാനായിട്ടല്ലേ, എന്താണ് കുറയാനായിട്ട് ബുദ്ധിമുട്ട്. ചിലപ്പോ 1-2 ദിവസമൊക്കെ എടുക്കും ഒന്ന് കുറയാനായിട്ട്. അത് എന്താ കാരണം എന്നറിയോ? നമ്മൾ ആ മരുന്ന് കഴിക്കുമ്പോ ആ മരുന്ന് നമ്മുടെ ശരീരവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് 2-3 ദിവസം പിടിക്കും. അതുകൊണ്ടാണ് രോഗങ്ങള് കുറയാനായിട്ട് സമയം എടുക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ശരീരം നമ്മൾ അതുമായിട്ട് ആ രോഗവുമായിട്ട് ആ മരുന്നുമായിട്ട് അഡാപ്റ്റ് ആവാനായിട്ട് എന്താണ് കുറച്ച് നേരം പിടിക്കും. അതുകൊണ്ടാണ് അഡ്ജസ്റ്റ് ആവാനായിട്ട് നേരം പിടിക്കുന്നത് കൊണ്ടാണ് രോഗങ്ങള് എന്താണ് കുറയാനായിട്ട് ടൈം എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ പറയുന്നത് ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതിയിൽ പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എന്തുണ്ട്, ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട് അല്ലെ, എന്താണ് പ്രതിരോധ ശക്തി ഉണ്ട്. അതുകൊണ്ട് അതിൽ പറയുന്നത് ഹോമിയോപ്പതിയിലും നാച്ചുറോപ്പതിയിലും പറയുന്നത് എന്താണ്, ആ ഇമ്മ്യൂണിറ്റി പവർ ഉള്ളത് കൊണ്ട് തന്നെ രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യുന്നത് ഇതിന് സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, ലാസ്റ്റ് പോയിന്റ് ആണോ അതാ ചോദിച്ചത്? ഒന്നുകൂടി ആ പോയിന്റ് പറയാം. ഹോമിയോപ്പതി ഡെവലപ്ഡ് ഇൻ 18th century. ഫാദർ ഓഫ് ഹോമിയോപ്പതി ആരാണ്? സാമുവൽ ഹനിമാൻ. അതുപോലെ തന്നെ ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി ഈസ് എ മെഡിക്കൽ സിസ്റ്റം ബേസ്ഡ് ഓൺ ബിലീഫ് ദാറ്റ് ബോഡി ക്യാൻ ക്യൂർ ഇറ്റ്സെൽഫ്. ഓക്കെ, അത്രയും പോയിന്റ് ആണ് പറഞ്ഞത്. അപ്പൊ ഹോമിയോപ്പതി വരെ നിങ്ങൾക്ക് ഡൗട്ട് വല്ലതുണ്ടോ ഇത്രയും വരെ പറഞ്ഞതില്? ഓക്കെ ആണോ? ഓക്കെ, ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.